നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാൽവിരലുകൾക്കിടയിൽ ലൈറ്റർ ക്യാമറ ഘടിപ്പിക്കും. സ്ത്രീകളുടെ തിരക്കുള്ള ഇടങ്ങൾ കണ്ടെത്തി അതിനിടയിലേക്ക് നുഴഞ്ഞു കയറും. താഴെ നിന്നുള്ള വ്യൂ പിടിക്കലാണ് സ്ഥിരം പരിപാടി. ഒളിക്യാമറ ഉപയോഗിച്ച് സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തി അശ്ലീല വീഡിയോകൾ നിർമ്മിച്ച് പണമുണ്ടാക്കുന്ന ഞരമ്പനെ തൂക്കിയെടുത്ത് പോലീസ്. കയ്യിൽ കിട്ടിയ പ്രതിയെ കണ്ട് പോലീസും ഞെട്ടി. അകത്തായിരിക്കുന്നത് നിസ്സാരക്കാരനല്ല, പൈലറ്റാണ്. മാർക്കറ്റുകൾ, ലേഡീസ് സ്റ്റോറുകൾ, റെസ്റ്റോറന്റ് തുടങ്ങിയ ഇടങ്ങളാണ് ഇയാളുടെ സ്ഥിരം സ്പോട്ട്. സ്ത്രീകൾ ജാഗ്രത, പല തരത്തിലാണ് വേട്ടക്കാർ സമൂഹത്തിൽ പതിയിരിക്കുന്നത്. ഇതിപ്പോൾ അടിവസ്ത്രം ധരിക്കാതെ സ്ത്രീകൾ പുറത്തിറങ്ങരുതേ എന്ന മുന്നറിയിപ്പും കൊടുക്കേണ്ട ഗതികേടിൽ പോലീസും. സ്വകാര്യ വിമാന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ മോഹിത് പ്രിയദർശിയെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. മോഹിത്തിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് 74 വീഡിയോകൾ കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കി. സിഗരറ്റ് ലൈറ്ററിന്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ ഒളിക്യാമറയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. കോൾ സെന്ററിൽ ജോലി ചെയ്യുന്ന യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. മാർക്കറ്റിലൂടെ പോകുമ്പോൾ ഒരാൾ തീരെ വലിപ്പം കുറഞ്ഞ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് തന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നായിരുന്നു യുവതി പരാതിയിൽ പറഞ്ഞത്. തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഓഗസ്റ്റ് 30-നായിരുന്നു ഈ സംഭവം. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് മോഹിത്തിലേക്ക് എത്തിയത്. പ്രദേശത്തെ CCTV പോലീസ് പരിശോധിക്കുകയും ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തു. ഒടുവിൽ യുവാവിന്റെ മുഖം വ്യക്തമായി പതിഞ്ഞ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ദൃശ്യങ്ങളിൽ നിന്ന് പരാതിക്കാരി യുവാവിനെ തിരിച്ചറിഞ്ഞു. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും താമസ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ യുവാവ് കുറ്റം സമ്മതിച്ചു. ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് യുവാവ് പറഞ്ഞതെന്ന് സൗത്ത് വെസ്റ്റ് DCP അമിത് ഗോയൽ പറഞ്ഞു. ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നും വിമാനത്താവളങ്ങളിലോ വിമാനത്തിലോ സഹപ്രവർത്തകരെയോ മറ്റോ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നറിയാൻ കണ്ടെടുത്ത ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. ഡൽഹിയിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മോഹിത്ത് 1 വർഷമായി സ്ത്രീകളെ പിന്തുടർന്ന് ഒളിക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തതെന്നും മറ്റാരും തനിക്ക് സഹായത്തിനില്ല എന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അവിവാഹിതനായ മോഹിത്ത് ഒരു സ്വകാര്യ വിമാന കമ്പനിയിലെ പൈലറ്റാണ്. ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയ പലതരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു കേസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇയാൾ പ്രത്യേകം ലക്ഷ്യം വെക്കുന്നത് സ്കേർട്ട് ധരിക്കുന്ന സ്ത്രീകളെയാണ്. താഴെ നിന്ന് മുകളിലേക്കുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയാണ് കാൽവിരലുകൾക്കിടയിൽ ഒളിക്യാമറ ഘടിപ്പിക്കുന്നത്. ഇയാളുടെ കൈവശമുണ്ടായിരുന്നത് അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ള ക്യാമറയാണ്. നല്ല ക്ലാരിറ്റിയിൽ ദൃശ്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ് വില കൂടിയ ക്യാമറകൾ വാങ്ങിയിരുന്നത് എന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ വലിയ കൂസലൊന്നുമില്ലാതെയാണ് ഇയാൾ ഇരുന്നത്. ഇത്തരം ഞരമ്പന്മാരെ കൊണ്ട് സ്ത്രീകളും പെൺകുട്ടികൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത ഗതികേടാണ്. മനുഷ്യർ ഏറ്റവും തിരക്ക് പിടിച്ച അവസ്ഥയിലാണ്. ഇതിനിടയിൽ ചുറ്റും നടക്കുന്നത് പലതും ശ്രദ്ധയിൽപ്പെട്ടെന്ന് വരില്ല. ഇത് മാത്രമല്ല, ചുറ്റും ക്യാമറ നിരീക്ഷണത്തിലാണല്ലോ നമ്മൾ ഓരോരുത്തരും. ചതി എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് അറിയാൻ പോലും കഴിയില്ല. പുറത്തു പോകുമ്പോൾ സ്ത്രീകൾ ഏറ്റവും ഭയപ്പെടുന്നത് ബാത്റൂമുകൾ യൂസ് ചെയ്യുമ്പോഴാണ്. ഏതു രൂപത്തിലാണ് ക്യാമറ വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ പോലും കഴിയാറില്ല. ഇതുപോലെ എത്രയോ ബാത്റൂം ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ ഇത്തരം വീഡിയോകൾ ചിത്രീകരിക്കുന്നതിന് വലിയ മാഫിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് വസ്ത്രശാലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ മിക്ക വസ്ത്രശാലകളിലും ഡ്രസ് ഇട്ട് നോക്കുന്നതിന് ട്രയൽ റൂമുകൾ ഉണ്ടല്ലോ. അവിടെയും ക്യാമറ വെച്ച് വീഡിയോ ചിത്രീകരിക്കുന്ന ഞരമ്പന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ കർശന നടപടികൾ പോലീസ് എടുത്തു തുടങ്ങിയതോടെ ഇതിന് ഒരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കലാപരിപാടി അവസാനിക്കുന്നില്ല. പല രൂപത്തിൽ പല ഭാവത്തിൽ ഒളിക്യാമറ പരിപാടി സജീവമാണ്. ടെക്നോളജി ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. ഇന്ന് ഇരകളാകുന്നത് സ്ത്രീകളും പെൺകുട്ടികളുമാണ്. ദിനംപ്രതി ഇതുപോലെ ഒളിക്യാമറ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ എത്രയോ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടി വരികയാണ്. ഇത്രത്തോളം ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവരാണോ സമൂഹത്തിൽ ഉള്ളതെന്ന് തോന്നിപ്പോകുകയാണ്. ഈ അടുത്തിടെ വന്ന 2-3 കേസുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. വനിതകളുടെ ശുചിമുറിയിൽ ഒളിക്യാമറ വെച്ച് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയ ഇൻഫോസിസ് ജീവനക്കാരൻ അറസ്റ്റിലായിരുന്നു. മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശി സ്വപ്നിൽ നാഗേഷ് മാലിനെയാണ് ബംഗളൂരു ഇലക്ട്രോണിക് വിഭാഗം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു ഇൻഫോസിസ് ക്യാമ്പസിലെ സീനിയർ അസോസിയേറ്റ് കൺസൾട്ടന്റായി പ്രവർത്തിക്കുകയായിരുന്നു ഇയാൾ. ഇലക്ട്രോണിക് സിറ്റിയിലെ ഇൻഫോസിസ് ക്യാമ്പസിലാണ് സംഭവം നടന്നതും.
പ്രതിയെ ജീവനക്കാർ പിടികൂടി ലോക്കൽ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കമ്പനിയിലെ ജീവനക്കാരി ശുചിമുറി ഉപയോഗിക്കുന്നതിനിടെ അടുത്തുള്ള വർക്ക് സ്പേസിൽ നിന്ന് വെളിച്ചം കണ്ടു. തുടർന്നുള്ള പരിശോധനയിലാണ് പ്രതി ശുചിമുറിക്ക് സമീപം മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തുന്നതായി കണ്ടത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ജീവനക്കാർ പിടികൂടി വിവരം അറിയിച്ചതായി പോലീസ് പറഞ്ഞു. പ്രതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ മറ്റ് ജീവനക്കാരുടെ സ്വകാര്യ ദൃശ്യങ്ങളും ഇതിൽ നിന്ന് കണ്ടു. ഇത് രണ്ടും അങ്ങ് വടക്കുന്നുള്ള കേസുകളാണെങ്കിൽ കേരളത്തിലും ഇത് സജീവമാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് കേട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് ആരാണ്? പോലീസ്. ആ പോലീസ് തന്നെ ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നല്ലോ. പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അറസ്റ്റിലായത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ സംഭവം നടന്നത്. സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന സ്ഥലത്താണ് ഒളിക്യാമറ വെച്ചത്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ വൈശാഖിനെ അറസ്റ്റ് ചെയ്തിരുന്നു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് സംഭവം പുറത്തു വന്നത്. ദൃശ്യങ്ങൾ പോലീസുകാരിക്ക് ഇയാൾ അയച്ചു നൽകുകയും ചെയ്തു. ഉദ്യോഗസ്ഥ നൽകിയ പരാതിയെ തുടർന്നാണ് വൈശാഖിനെ അറസ്റ്റ് ചെയ്തത്. ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ വനിതാ പോലീസുകാരി അങ്ങ് വഴങ്ങുമെന്നാണ് ഏമാൻ കരുതിയത്. പക്ഷെ അവർ കൃത്യമായി പരാതി കൊടുക്കുകയായിരുന്നു. ഒരു പോലീസുകാരി തന്നെ തനിക്ക് സുരക്ഷയില്ല, ഇത്തരത്തിൽ അപമാനം നേരിട്ടു എന്ന് പരാതി കൊടുക്കേണ്ട ഒരു ഗതികേടാണ് വന്നത്. കേരളത്തിലും ഇത് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒളിക്യാമറ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടിയാണ് ഉണ്ടാകേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.